അപ്പോൾ നാം ഇവരും കാത്തിരുന്ന KS എക്സാം ഇവിടെ അടുത്തെത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം KS എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് KSന് വരുന്ന ഹിസ്റ്ററി ആയാലും പൊളിറ്റി ആയാലും എക്കോണമി ആയാലും കേരള ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില പുസ്തകങ്ങളാണ് ഞാനവിടെ മുന്നോട്ട് വെക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് 2, 3, 4 പുസ്തകങ്ങൾ പറയുന്നുണ്ടാവും. അതെല്ലാം കൂടി വായിക്കണം എന്നല്ല. അതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്ന 1, 2 പുസ്തകങ്ങൾ വായിക്കാം. ഞാൻ അതിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വായിക്കാൻ ഏറ്റവും നന്നായി തോന്നുന്ന ചില പുസ്തകങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, KSന് പ്രിലിംസിനായാലും മെയിൻസിനായാലും നമുക്ക് സെൽഫായിട്ട് പഠിക്കുന്നവർ, ഇനിയിപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നവരായാലും ഈ ബുക്ക് വായിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഓൾറെഡി ക്ലാസ് മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ പുസ്തകം കൂടി ഞാൻ എക്സ്ട്രാ റീഡിങ്ങിന് പറയാറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്കൊരു കുറഞ്ഞ ഫീസിൽ ക്രാഷ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് KS പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ KSന്റെ ക്രാഷ് കോഴ്സ് ഉണ്ട്. വെറും 2999 രൂപയാണ് ഓഫർ പ്രൈസിൽ വരുന്നത്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്പറുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ KSന് നിർബന്ധമായിട്ടും വായിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ പുസ്തകങ്ങൾ നിങ്ങൾ PDF ആയിട്ടോ ബുക്കായിട്ടൊക്കെ വായിക്കാം. പ്ലസ് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വായിക്കുന്ന സമയത്ത് നോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം 1, 2 റീഡിങ് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നോട്ട്സ് ഉപയോഗിച്ച് വായിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ബുക്ക് ലിസ്റ്റ് എന്നുള്ള അതിലേക്ക് പോവാം. ബുക്ക് ലിസ്റ്റ്, KSന് വേണ്ട ബുക്ക് ലിസ്റ്റ് ഏതൊക്കെയാണ് നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യുക. അതിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസിന്റെ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ഒക്കെ മെറ്റീരിയൽസ് ഒക്കെ അയക്കുന്ന അതിലേക്കും കേട്ടോ. ഒരുപാട് ഫ്രീ ക്ലാസ് കാര്യങ്ങളൊക്കെ അതിൽ അയക്കാറുണ്ട്. അപ്പൊ നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബുക്ക് നോക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി, സൊസൈറ്റി, ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ. ഹിസ്റ്ററി, സൊസൈറ്റി, ഇന്ത്യ, പൊളിറ്റി, എക്കോണമി, റീസണിംഗ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്മെറ്റിക്, ജോഗ്രഫി, സയൻസ്, ടെക്നോളജി, എൻവയോൺമെന്റ്, കറണ്ട് അഫയേഴ്സ്, ലാംഗ്വേജ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. അതിൽ ഓരോന്നിനും നമുക്ക് വായിക്കേണ്ട. അപ്പൊ നമുക്ക് എല്ലാത്തിനും കാര്യം കേരള ഉണ്ട്, ഇന്ത്യ ഉണ്ട്, വേൾഡ് ഉണ്ട്. ഇങ്ങനെയാണ് ഓരോന്നിനും പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതിലൊന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എല്ലാ സബ്ജക്ട്സിലേക്കും കറണ്ട് അഫയേഴ്സ് വേണം. പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ റീഡിംഗ് വേണം. മലയാള പത്രം, ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കുക സ്ഥിരമായിട്ട്, വിട്ടുപോകരുത്. അത് കൂടാതെ കറണ്ട് അഫയേഴ്സ്, 1 ഇയർ കറണ്ട് അഫയേഴ്സ് കിട്ടാൻ വേണ്ടി തൊഴിൽ വാർത്ത നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, ഇയർ ബുക്ക് ഉപയോഗപ്പെടുത്താം, KSന്റെ റാങ്ക് ഫയൽ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താവുന്നതാണ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ ബുക്കിലേക്ക് വരികയാണെങ്കിൽ, ബുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് എല്ലാത്തിനും മുൻകൂട്ടി പറയാം, എല്ലാ സബ്ജക്ട്സിലേക്കും നിങ്ങൾ NCERT പ്ലസ് SCERT നിർബന്ധമായിട്ടും വായിക്കുക, വിട്ടുപോകരുത്. ഏത് ക്ലാസ് മുതൽ? 6th മുതൽ +2 വരെ കേട്ടോ. ചില സബ്ജക്ട്സിനൊക്കെ കേരളത്തിന്റെ കാര്യങ്ങൾ കിട്ടാൻ SCERT മാത്രം മതി. പിന്നെ NCERT, എസ്പെഷ്യലി ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി, ഹിസ്റ്ററി, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT വായിക്കുക. ആർട്ട് ആൻഡ് കൾച്ചർ NCERT വായിക്കാൻ മറക്കരുത്. എല്ലാത്തിനും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക കേട്ടോ. ഇനി ഒരു സബ്ജക്ട്സിലേക്ക് പോവാം. നിങ്ങൾ UPSC പഠിക്കുന്നവർക്ക് നിങ്ങൾ ഈ ഞാൻ പറയുന്ന പല പുസ്തകങ്ങളും നിങ്ങൾ വായിച്ചതോ കേട്ടതോ ആയിരിക്കും. ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് NCERTയുടെ ഹിസ്റ്ററിയാണ് ടെക്സ്റ്റ് ബുക്ക്. അത് NCERT നോക്കാം പ്ലസ് SCERT. SCERT ഞാൻ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ SCERT നിങ്ങൾ വായിക്കണം കേട്ടോ, വിട്ടുപോകരുത്. കേരള ബേസ്ഡ് ആയിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക. പിന്നെ കേരള ചരിത്രം ഉണ്ട്. ആരതാണ്? A ശ്രീധരൻ മേനോന്റെ കേരള ചരിത്രം. നിങ്ങൾക്ക് കേരള ചരിത്രം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാവുന്നതാണ്. പിന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ബിപിൻ ചന്ദ്രന്റെ നോക്കാം. പിന്നെ തമിഴ്നാടിന്റെ +1 +2 ഹിസ്റ്ററി ബുക്ക് വായിക്കുക. അത് ആൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ അതുകൂടി കവർ ചെയ്യാൻ പറ്റും. RS ശർമ്മന്റെ ആൻഷ്യന്റ് മെഡീവൽ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതുകൂടി എന്ത് ചെയ്യും, ഇതിന് കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വായിക്കാൻ പറ്റുന്ന നല്ല ബുക്കാണ്. ഇതൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് പ്രധാനമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് സൊസൈറ്റി ആൻഡ് കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ NCERT +1 ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഫൈനാൻസ്, അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ NCERTയുടെ +2 ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പ്ലസ് അതിന് കേരളത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അതിൽ ലാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കൾച്ചർ ഹെറിറ്റേജ്, കേരളത്തിന്റെ ശ്രീധരൻ മേനോന്റെ തന്നെ ഒരു പുസ്തകമാണ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളത്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പെസിഫിക് ആയിട്ട് കേരളത്തിന്റെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓൾ ഓവർ ഇന്ത്യന്റെ ആർട്ട് ആൻഡ് കൾച്ചർ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കവർ ചെയ്യാൻ പറ്റുന്ന ബുക്കാണ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. നിതിൻ സിംഗാനിയുടെ ബുക്കും കുറച്ച് വൈഡ് ബുക്കാണ്, വലിയ ബുക്കാണ്. അപ്പൊ അതിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വായിക്കുക. എല്ലാം പിക്ചർ കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് UPSC കൊടുത്തിട്ടുള്ള പുസ്തകമാണ് കേട്ടോ. പിന്നെ പൊളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ് NCERT ടെക്സ്റ്റ് ബുക്ക് പൊളിറ്റിയുടെ. പിന്നെ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത്. പിന്നെ ചില കേരള ബേസ്ഡ് ആയിട്ടുള്ള ചില പൊളിറ്റി പറയുന്ന പുസ്തകങ്ങളുണ്ട്. ലക്ഷ്മികാന്തിന്റെ മലയാളം ഉണ്ടെങ്കിൽ അത് വാങ്ങാം. അതല്ലെങ്കിൽ കേരളത്തിന്റെ
മലയാളികൾ എഴുതിയ ചില പുസ്തകങ്ങളുണ്ട് മലയാളത്തിൽ എഴുതുന്നവർക്ക് കേട്ടോ. പിന്നെ ഇന്ത്യൻ എക്കോണമിയിലേക്ക് വരികയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് +1 +2 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. കുറച്ച് ബേസിക്സ് ആണെങ്കിൽ 9th 10th ഒക്കെ വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. പിന്നെ ശ്രീരാം IASന്റെ ഇന്ത്യൻ എക്കോണമി നല്ല ബുക്കാണ്. അതുപോലെ തന്നെ ശങ്കർ ഗണേഷിന്റെ ഇന്ത്യൻ എക്കോണമി. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിക്കാം. പിന്നെ റീസണിങ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക്, ഇങ്ങനത്തെ മാക്സിമം ബന്ധപ്പെട്ട മെന്റൽ എബിലിറ്റി, റീസണിങ് ബന്ധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി RS അഗർവാളിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പുസ്തകം സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് NCERTയും +SCERT തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഒരു ഓക്സ്ഫോർഡ് അറ്റ്ലസ് നിർബന്ധമായിട്ട് കവർ വെക്കുക, മാപ്പ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടി. പിന്നെ GC ലിയോന്റെ സർട്ടിഫൈഡ് ഫിസിക്കൽ ജോഗ്രഫി വായിക്കാം. കൂടുതൽ അതിന്റെ അപ്പുറം നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ മാജിദ് ഹുസൈന്റെ ജോഗ്രഫി ഒക്കെ ഉണ്ട് കേട്ടോ. വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, അത് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. സിഗാനിയന്റെ വരുന്ന ചില പുസ്തകങ്ങളുണ്ട്. പിന്നെ സയൻസ് ടെക്നോളജിയിലേക്ക് വരികയാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് 9th 10th 11th NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. പിന്നെ സയൻസ് സെക്ഷൻ ന്യൂസ് പേപ്പേഴ്സ് ആണ് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് മെറ്റീരിയലൊക്കെ അതിന് അത്യാവശ്യം നല്ല മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എംവിയോമിലേക്ക് വരികയാണെങ്കിൽ NCERT ശങ്കർ IASന്റെ എംവിയോമിൽ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ അരിഹന്ത് അല്ലെങ്കിൽ അരിഹന്തിന്റെ എംവിയോമൻ നെക്രോളജി, ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ഇത് നോക്കുക. ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് സെക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കേട്ടോ ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഇംഗ്ലീഷ്, കന്നഡ, മലയാളം ഒക്കെ നിങ്ങൾ സെലക്റ്റീവായിട്ട് മതി. ഇംഗ്ലീഷിലേക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഇംഗ്ലീഷ് ബക്ഷീന്റെ നോക്കാം. എസ്റ്റാൻ പബ്ലിക്കേഷൻസിന്റെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ മലയാളത്തിനാണെങ്കിൽ മലയാളം ഗ്രാമർ ബുക്സ്, ടെക്സ്റ്റ് ബുക്ക് 9th 10th ഒക്കെ. ഇതൊക്കെയാണ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ. ഞാൻ ചില സബ്ജക്റ്റിലൊക്കെ 2 പുസ്തകം പറഞ്ഞു കൊടുത്ത് ഏതെങ്കിലും ഒന്ന് വായിച്ചാലും മതി. ഇതിലൊക്കെ കേരളത്തിൻ്റെതും ഇപ്പൊ എക്കോണമി ആയാലും ജോഗ്രഫി ആയാലും പൊളിറ്റി ആയാലും ഒക്കെ എന്ത് ചെയ്യാം, കേരളത്തിന്റെ പ്രത്യേകമായിട്ട് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. സിലബസിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാം. അതിൽ എന്താണ് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാം, കേസിനെ കുറിച്ചുള്ള വിശദവിവരമായിട്ട് മറ്റുള്ള വീഡിയോസിൽ കാണാം. നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ഉടൻ കാണാം. അതുവരേക്കും